ഹലോ ഗായ്സ്, ഞാൻ നിങ്ങൾക്കിന്ന് വാഷിംഗ് മെഷീനും ഡ്രം ക്ലീനിങ് ഐറ്റമാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഡ്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പഴക്കമുണ്ട്, ഒരു 6 വർഷം പഴക്കമുണ്ട് കേട്ടോ. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയ ഒരു ഐറ്റം ഉണ്ട്. ഡ്രം ക്ലീനിങ്ങുള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കട്ട പോലത്തെ സാധനം 150 കിലോഗ്രാമാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഉരച്ച് നോക്കുമ്പോൾ ഒന്നും ആകുന്നില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഡസ്റ്റും നമ്മളുള്ള ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ എന്താ പറയുക, പറ്റി പിടിച്ച് കിടക്കുന്നത് അഴുക്കുകളൊക്കെ പോരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാനത് ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 പീസ് ഞാൻ ഇട്ട് നോക്കി കേട്ടോ. അപ്പോൾ ഉരച്ച് നോക്കുമ്പോൾ പോകുന്നുണ്ട്. പക്ഷെ 2 പീസ് ഞാൻ ആദ്യം ഇട്ടു. ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്ന രംഗമാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 2 പീസ് കൊണ്ട് ഇത്ര അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം വലിയൊരു സ്പേസുള്ള വോളിയമുള്ള ഒരു വാഷിംഗ് മെഷീന് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. മാക്സിമം ഒരു 10 പീസെങ്കിലും ഇടണം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ആദ്യം തിരിച്ചൊരു ടെസ്റ്റ് നടത്തിയിട്ട് പോകുന്നുണ്ട് എന്താണെന്നുള്ളതിൻ്റെ ഒന്ന് റിസൾട്ട് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് 2 കട്ടിട്ടപ്പോൾ എനിക്കൊന്നും തോന്നില്ല, ഒരു ഫീലിങ്ങും തോന്നില്ല. പക്ഷെ ഞാനൊരു കൂടുതൽ കട്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് കുറച്ച് തിരിയുന്നതാണ് കാണുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും എന്താ പറയുക, ഈ ടാബ്ലറ്റ്സ് പോലത്തെ സാധനം ഞാൻ വീണ്ടും, ഈ ക്ലീനിങ് പോലത്തെ സാധനം ഞാൻ വീണ്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇൻസൈഡ്, ഡ്രമ്മിൻ്റെ ഇൻസൈഡ് അതിൽ ലോണ്ടറി പാർട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സ്പേസിലൊക്കെ ക്ലീൻ ആവുന്ന ഒരു ഐറ്റമാണ്, നല്ലൊരു ഐറ്റം തന്നെയാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാനിതാ ചെറുതായിട്ട് അഴുക്കുകൾ കാണുന്നുണ്ടോ, ചെറുതായിട്ടൊന്ന് ഓഫ് ചെയ്തു. അപ്പോൾ അഴുക്കുകളൊക്കെ ഒന്ന് ഇങ്ങനെ പറ്റി പിടിച്ച അഴുക്കുകളൊക്കെ ഒന്ന് വിട്ട് പോരുന്നുണ്ട്. പിന്നെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് കുറച്ചും കൂടി അഡീഷണലായിട്ട് ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്ത്, ഈ ടാബ്ലറ്റ്സ് പോലത്തെ ഈ ക്ലീനിങ്ങിൻ്റെ മെറ്റീരിയൽ കുറച്ചും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്ന ഒരു രംഗമാണ് കേട്ടോ. വീണ്ടും ആഡ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ലൈവായി കാണിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ഈ ചെറിയ ചെറിയ ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് വീണ്ടും ഞാനിതാണ് അഡീഷണലായിട്ട് ഇതാണ്. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും അഡീഷണലായിട്ട് ഞാനൊരു ഫുള്ളായിട്ട് വെള്ളം നിറച്ചത് കൊണ്ടാണ് കേട്ടോ, അത്രയും അധികം ഫുള്ളായിട്ട് വെള്ളം നിറച്ചപ്പോൾ മൊത്തം ഞാനൊരു 15 പീസോളം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു 5 പീസ് ഇട്ട്, പിന്നെ ഒരു 5 പീസ് ഇട്ട്, അങ്ങനെ 5 പീസ് ഇട്ട്, അങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഞാനത് ടെസ്റ്റ് ചെയ്യുന്നത്. ലൈവ് സെക്ഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ കറങ്ങുന്ന രംഗമാണ് കാണുന്നത്. ഓക്കെ, ഞാനിത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്നും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് കച്ചറകൾ പോകുന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വാഷിംഗ് മെഷീൻ്റെ ഉള്ള കച്ചറകളിൽ കംപ്ലീറ്റ് ഇളകിയിട്ടുണ്ട്. ആ ഒരു രംഗമാണ് ഞാൻ കാണുന്നത്. കണ്ടോ,
കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡ്രസ്സൊക്കെ അലക്കുന്നതാണ്. പക്ഷെ ഡ്രസ്സ് അലക്കുമ്പോൾ നമ്മൾ വാഷ് പൗഡർ ഡ്രസ്സിനകത്ത് ചളി ക്ലീൻ ആവാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ എനിക്കൊരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ ഈ സാധനം മേടിച്ചതാണ്. പക്ഷേ മേടിച്ചപ്പോൾ 100% റിസൾട്ടാണ് എനിക്ക്. ഈ ഒരു അത്രയും ഓൾഡായ ഈ ഒരു വാഷിംഗ് മെഷീൻ ഇത്രയും പെർഫെക്റ്റായിട്ട് ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു സാധനം അത്രയും 100% ജെനുവിനാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൊണ്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഈ സംഭവം ഞാൻ കാണിച്ചു തരികയാണ്. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ആയിട്ട് ഞാൻ വീഡിയോ എടുത്ത് സൂം ചെയ്തിട്ട് ഞാൻ കറക്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള ഡസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇളകി പോകുന്ന പാർട്ടുകൾ അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് നോക്കി നോക്കുക. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഉരക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനിതൊക്കെ പൂർണ്ണമായിട്ട് അതൊരു നമ്മളൊരു 20 മിനിറ്റ് 25 മിനിറ്റോ മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ നമ്മളത് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളത് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതിൻ്റെ വെള്ളം കളയാണ്. വെള്ളം കളയുമ്പോൾ ഇത്രയധികം ഡസ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക് വെള്ളത്തിൻ്റെ കൂടെ പോകും. അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോയിലൂടെ. പിന്നെ ബാക്കി പാർട്ടുകളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളകിയതാണല്ലോ ഓൾറെഡി, അതൊക്കെ ഒന്ന് ക്ലിയറായി പോകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വൈകാതെ തന്നെ ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. ന്യൂ പ്രോഡക്ട്സുമായി അടുത്ത വീഡിയോസിൽ ഞാൻ വരാം.